കഥ തുടങ്ങുമ്പോൾ ഒരു ഗ്രാമത്തിലെ സ്ത്രീ പ്രസവ വേദന കൊണ്ട് കരയുകയാണ്. അവസാനം ആ സ്ത്രീ പ്രസവിക്കുന്നു. കുഞ്ഞിനെ കാണുന്ന പ്രസവം നോക്കിയ സ്ത്രീ പേടിച്ച് നിൽക്കുകയാണ്. അടുത്ത് നിൽക്കുന്ന ഒരു സ്ത്രീ ബോധം കെട്ട് വീഴുന്നു. അത് കുഞ്ഞല്ലായിരുന്നു, ഒരു ചക്കയായിരുന്നു. അടുത്ത സീനിൽ 20 വർഷത്തിന് ശേഷം ഒരു വിവാഹ വീടാണ് കാണിക്കുന്നത്. അവിടെ സെയ്ഫിന്റെയും സഗീനയുടെയും വിവാഹം നടക്കുകയാണ്. പേടിച്ചാണ് സഗീന വിവാഹ മണ്ഡപത്തിൽ ഇരിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് റൂമിൽ വരുന്ന സഗീന കൊണ്ടുവന്ന ഒരു ബാഗ് അന്വേഷിച്ച് നടക്കുകയാണ്. ഈ സമയം മണ്ഡപം വൃത്തിയാക്കുന്ന ജോലിക്കാരൻ ആ ബാഗ് കാണുകയും ആ ബാഗ് അനങ്ങുന്നത് കാണുന്ന അയാൾ ആ ബാഗ് തുറക്കുന്നത് കണ്ടുകൊണ്ട് അവിടെ വരുന്ന സക്കീന അത് തുറക്കരുത് എന്ന് പറഞ്ഞ് അലറി വിളിക്കുന്ന സമയം അയാൾ ആ ബാഗ് തുറക്കുകയും ആ ബാഗിന്റെ അകത്തേക്ക് അയാൾ പോവുകയും ചെയ്യുന്നു. അത് കാണുന്ന സക്കീന ആ ബാഗിന്റെ അടുത്ത് പോകുമ്പോൾ ബാഗിൽ നിന്ന് ഒരു ചക്ക സക്കീനയുടെ അടുത്തേക്ക് വരുന്നു. ആ ചക്കയിലെ ഭൂതത്തിനെ കാണുന്ന സക്കീന ആ ചക്ക എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത സീനിൽ സക്കീനയുടെ അടുത്ത് സെയ്ഫ് വരുന്നത് കാണുന്ന ഭൂതം സെയ്ഫിന്റെ ശരീരത്തിൽ കയറിയിട്ട് സക്കീനയോട് സെയ്ഫ് മരിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. അത് കണ്ട് പേടിക്കുന്ന സക്കീന ചക്കയിലെ ഭൂതത്തിനോട് സെയ്ഫിനെ വെറുതെ വിടാൻ സക്കീന കരഞ്ഞു പറയുമ്പോൾ സെയ്ഫ് ബോധം കെട്ട് വീഴുകയാണ്. അത് കാണുന്ന സക്കീന ചക്കയെ എടുത്ത് ബെഡിൽ കിടത്തിയിട്ട് സക്കീനയും പേടിച്ച് ബെഡിൽ കിടക്കുകയാണ്. ശേഷം രാവിലെ എഴുന്നേൽക്കുന്ന സെയ്ഫ് സക്കീനയോട് ഇന്നലെ രാത്രി എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ പറയാൻ ആദ്യം മടിച്ചു നിൽക്കുന്ന സക്കീന സെയ്ഫിനോട് ചക്കയാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന സെയ്ഫിന് സക്കീന പറയുന്നത് തമാശയായി തോന്നുകയാണ്. ഈ നിസ്സാരമായ ചക്കയാണോ നിന്റെ പ്രശ്നം എന്ന് പറഞ്ഞ് സെയ്ഫ് അവിടെ ഇരിക്കുന്ന വാളെടുത്ത് ചക്കയെ വെട്ടി രണ്ടാക്കുന്നു. അപ്പോൾ ചക്കയിൽ നിന്ന് ബ്ലഡ് വരുന്നത് കണ്ട് അവർ രണ്ടുപേരും പേടിച്ച് നിൽക്കുകയാണ്. ആ സമയം ചക്കയുടെ അകത്ത് നിന്ന് ഒരു ഭൂതം പുറത്തു വരുന്നു. ആ ഭൂതം സെയ്ഫിന്റെ ശരീരത്തിൽ കയറി സെയ്ഫിനെ വേദനിപ്പിച്ച് ബുദ്ധിമുട്ടിക്കുകയാണ്. അത് കണ്ട് വിഷമം വരുന്ന സക്കീന അലമാരയിൽ നിന്ന് അവരുടെ ദൈവത്തിന് ഇടുന്ന ഷോൾ എടുത്ത് സെയ്ഫിന്റെ ദേഹത്തേക്ക് ഇടുമ്പോൾ സെയ്ഫിന്റെ ശരീരത്തിൽ നിന്ന് ഭൂതം പുറത്തു പോകുന്നു. അടുത്ത സീനിൽ പ്രേതഭൂതങ്ങളെ ഒഴിപ്പിക്കുന്ന ഒരാളെ അവർ വീട്ടിലേക്ക് വിളിപ്പിക്കുകയാണ്. അവിടെ വരുന്ന അവർ ഇതൊരു ദുഷ്ടഭൂതമാണെന്നും ചക്കയുടെ അകത്തായിരുന്നപ്പോൾ കൺട്രോളിലായിരുന്നു എന്നും ചക്കയെ മുറിച്ചപ്പോൾ ആ ഭൂതം പുറത്തു വന്ന് ഒത്തിരി ശക്തിശാലിയായെന്നും പറയുകയാണ്. എന്നിട്ട് സക്കീനയോട് ചക്കയെ ആദ്യം കണ്ടത് മുതലുള്ള കാര്യം പറയാൻ പറയുമ്പോൾ സക്കീന കുട്ടിക്കാലത്ത് ഒറ്റയ്ക്ക് കളിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ചക്ക കിടക്കുന്നത് കണ്ട് ആ ചക്കയോട് എന്റെ കൂടെ കളിക്കാൻ വരുമോ എന്നും എന്റെ മണവാളനാകാൻ കഴിയുമോ എന്നും നമുക്ക് വിവാഹം കഴിക്കാമോ എന്നും പറഞ്ഞ് കുട്ടി സക്കീന ആ ചക്കയെ എടുത്തുകൊണ്ട് പോയി സക്കീന ഉണ്ടാക്കിയ കളിവീട്ടിന്റെ മുന്നിൽ വെച്ച് ചക്കയോട് എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണ് എന്ന് 3 പ്രാവശ്യം പറയുകയാണ്. ശേഷം കളിച്ചത് മതിയാക്കി കുട്ടി സക്കീന അവിടെ നിന്ന് പോകുമ്പോൾ പുറകെ ചക്കയും പോവുകയാണ്. അന്ന് മുതൽ സക്കീനയുടെ പുറകെ ആ ഭൂതവും ഉണ്ട്. സക്കീന ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും ആ ഭൂതം കൊല്ലും. സക്കീനയുടെ ഉമ്മയെയും ബാപ്പയെയും ഭൂതം കൊന്നു എന്നൊക്കെ വളരെ വിഷമത്തോടെ പറയുകയാണ് സക്കീന. അത് കേൾക്കുന്ന അവർ സക്കീനയോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അടുത്ത സീനിൽ അവർ പറഞ്ഞു കൊടുത്തതുപോലെ ഒരുങ്ങിയിരിക്കുകയാണ് സക്കീന. അപ്പോൾ അവിടെ ഭൂതം വരുന്നു. ആ സമയം അവിടേക്ക് വരുന്ന സെയ്ഫിനെ കാണുന്ന ഭൂതം സെയ്ഫിന്റെ ശരീരത്തിൽ കയറി സെയ്ഫിനെ കൊല്ലുമെന്ന് പറഞ്ഞ് സക്കീനയെ ഭീഷണിപ്പെടുത്തുമ്പോൾ സക്കീന സെയ്ഫിന്റെ മുമ്പിൽ ആ ഒരു കണ്ണാടി വെക്കുകയാണ്. ആ കണ്ണാടിയിൽ നോക്കുന്ന ഭൂതം ആ കണ്ണാടിയുടെ അകത്തേക്ക് പോകുന്നു. അതേസമയം അവിടെ വരുന്ന അവർ സക്കീനയോട് കുട്ടിക്കാലത്ത് ചെയ്ത ഒരു ചെറിയ തെറ്റ് കാരണമാണ് ഈ ഭൂതം നിന്റെ കൂടെ വന്നത്, അതുകൊണ്ട് ഈ ഭൂതത്തിനെ തലാക്ക് ചെയ്യാൻ പറയുകയാണ്. അത് കേൾക്കുന്ന സക്കീന ഭൂതത്തിനോട് 3 പ്രാവശ്യം തലാക്ക് പറയുന്നത് കേട്ട് ഭൂതം ഭസ്മമായി പോവുകയാണ്. അത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് സെയ്ഫും സക്കീനയും. ഇതോടെ ഈ കഥ അവസാനിക്കുന്നു. അടുത്ത പുതിയ കഥയുമായി ഉടൻ വരാമേ. ബൈ.